പെർളശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പം ക്ഷേത്രത്തിൻ്റെ അമ്പലത്തിലെല്ലാം വിശേഷങ്ങൾ കാണാം. പെർളശ്ശേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള വഴി കൂടെ പോയി കഴിഞ്ഞാലാണ് മഹാവിഷ്ണു ക്ഷേത്രം. അവിടുത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇന്ന് ഈ വീഡിയോ കൂടെ കാണാം. സർവണപ്രിയ ടൂറിസ്റ്റ് ഹോം, അതിൻ്റെ താഴെ തന്നെ ഒരു റെസ്റ്റോറൻറ്റും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താമസിക്കാൻ അവിടെ ടൂറിസ്റ്റ് ഹോം ഉണ്ട്. ഇവിടെ ഒരു ഹോട്ടലുണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്. ഇത് ഓം നമോ നാരായണ ശ്രീ വിഷ്ണു ക്ഷേത്രം പെർളശ്ശേരി അമ്പലത്തിൻ്റെ നേരെ സൈഡിൽ തന്നെ ഒരു വഴിയുണ്ട്. സ്റ്റെപ്സ് ഇറങ്ങിപ്പോണം കേട്ടോ. ഈ സ്റ്റെപ്സ് ഒരു 10-40 സ്റ്റെപ്സ് അങ്ങോട്ട് താഴെ ഇറങ്ങിയാൽ മതി. അപ്പോൾ ഇറങ്ങാൻ എളുപ്പമാണ്, കയറാനൊന്ന് കുറച്ച് പ്രയാസം. സമയം 12:30 ആയതുകൊണ്ട് താഴത്ത് വിഷ്ണു ക്ഷേത്രം പൂട്ടിയിരിക്കുക. എന്തായാലും കണ്ടിട്ട് വരാം. പത്ത് 40 സ്റ്റെപ്പ് ഒന്നുമില്ല, 20 സ്റ്റെപ്പ് അത്രയേ ഇല്ല, എളുപ്പം. അപ്പോൾ പെർളശ്ശേരി അമ്പലത്തിൽ വന്നു കഴിഞ്ഞാലേ നിങ്ങൾ ഇങ്ങോട്ടും കൂടെ വരിക. നട പൂട്ടിയിട്ടുണ്ടേ കുഴപ്പമില്ല, വന്നൊന്ന് കണ്ടിട്ട് പോവാ. ഇതാണ് അമ്പലം, വിഷ്ണുമൂർത്തി അമ്പലം. നവമി ആയോണ്ട് ആളുണ്ട്. ഭാഗ്യത്തിന് മഴ ഒന്ന് ചാറിയിട്ട് നിന്നു, അതുകൊണ്ട് നമുക്കിവിടെ ഇപ്പം വരാനായി. ചില സ്ഥലങ്ങളിൽ ക്യാമറ അലൗഡ് അല്ല, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓരോ നിയമങ്ങൾ പാലിക്കണം. നമ്മൾ ചെന്ന് പ്രശ്നമാക്കി വെക്കരുത്. എവിടെയെങ്കിലും ഫോട്ടോഗ്രാഫി പാടില്ല എന്നുണ്ടെങ്കിൽ അത് പാലിക്കുക, അല്ലെ സെക്യൂരിറ്റീനോട് പോയി ചോദിക്കുക. ആ കാണുന്ന ഹാളാണ് ഫങ്ഷനും കാര്യങ്ങളെല്ലാം നടക്കുന്ന ഹാള്. നട പൂട്ടിയിരിക്കുക, കാണുന്നില്ല. 1 മണിയായി, 12:30 വരെ നടയില്ലോ. ഇനി വീണ്ടും 5 മണിക്ക് തുറക്കും കേട്ടോ. അപ്പം ശ്രീ അന്നപൂർണേശ്വരി ഹാളാണ്, ഭക്ഷണത്തിൻ്റെ ഹാള്. ഇവിടെ ഭക്ഷണം കിട്ടും. അപ്പോൾ ഹാളിലേക്ക് വരാം. ശ്രീ അന്നപൂർണേശ്വരി ഹാള്. അപ്പോൾ ഇതാണ് ഹാള്, ഭക്ഷണത്തിൻ്റെ ഹാള്. പെർളശ്ശേരി വിഷ്ണു അമ്പലത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ ഹാള്. കഞ്ഞിയാണ് കിട്ടിയ. എന്ത് കഞ്ഞിയാ നോക്കണം, മനസ്സിലാവുന്നില്ല. പായസം.
വിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള അയ്യപ്പസ്വാമീൻ്റെ ഒരു ചെറിയൊരു അമ്പലമാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസ് ഇടുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ആൻഡ് ടേക്ക് കെയർ, ഹാവ് എ ഗുഡ് ഡേ. എല്ലാവരോടും എൻജോയ്.